Hello dear students, welcome to Algorithmic Thinking with Python Module 2 Crash Course. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. You are developing a feature for a business analytic tools that processes a list of sales figures for a company. അതായത് ലിസ്റ്റ് ഓഫ് സെയിൽസ് ഫിഗേഴ്സ് ആണ്. അതായത് സെയിൽ എത്രത്തോളം നടന്നു എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആസ് പാർട്ട് ഓഫ് ദി അനാലിറ്റിക്സ് the tool must identify the highest and lowest sales figures from a provided data. അപ്പോൾ നമ്മളെ കയ്യിൽ ലിസ്റ്റ് ഓഫ് സെയിൽസ് ഫിഗേഴ്സ് ഉണ്ട്. സെയിൽസ് നടന്നതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് ഹയസ്റ്റ് സെയിൽ വാല്യൂവും ലോവസ്റ്റ് സെയിൽ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറുമാണ് കാണുന്നത്. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ അതിനകത്ത്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും കാണണം. Write a pseudocode to determine the largest and smallest number in a given list of n numbers, ensuring the solution is efficient for real world application. അപ്പോൾ ഇവിടെ enter the number of elements in the list. എത്ര എലമെൻറ്റ് ഉണ്ടെന്നുള്ളത് ആദ്യം യൂസറോട് ചോദിക്കുക. ആ ലിസ്റ്റിനകത്ത് എത്ര എലമെൻറ്റ് ഉണ്ടെന്നുള്ളത് യൂസറോട് ചോദിക്കുക. അത് n ആക്കിയിട്ട് റീഡ് ചെയ്യുക. If n less than or equal to 0 ആണെങ്കിൽ invalid input the list must contain at least one number നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇത് കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ. ഇനി എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. യൂസറോട് ഫസ്റ്റ് സെയിൽ ഫിഗർ എൻ്റർ ചെയ്യാൻ ചോദിക്കുക. അത് നമ്മായിട്ട് റീഡ് ചെയ്യുക. ഒരു വെറുതെ ഒരു വേരിയബിളിനകത്തോട്ട് ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് ഫിഗർ എന്ത് ചെയ്യുക, ഒരു വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യുക. ആ നമ്പറിനെ ലാർജസ്റ്റ് ആയിട്ടും സ്മോളസ്റ്റ് ആയിട്ടും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി നമ്മളെ കയ്യിൽ ആകെ ഒറ്റ നമ്പറെ ഇപ്പോൾ റീഡ് ചെയ്തിട്ടുള്ളൂ, ഒറ്റ സെയിൽ ഫിഗറെ റീഡ് ചെയ്തിട്ടുള്ളൂ. അതിനെ സ്മോളസ്റ്റ് നമ്പറായിട്ട് അസൈൻ ചെയ്യുക. അതേപോലെ തന്നെ അതിന് ലാർജസ്റ്റ് നമ്പറായിട്ടും അസൈൻ ചെയ്യുക. കാരണം ഒറ്റ നമ്പറെ നമ്മൾ റീഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയാണ് ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള സെയിൽസ് ഫിഗേഴ്സൊക്കെ റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ സെയിൽസ് ഫിഗർ റീഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക, നമ്മളെ കയ്യിലുള്ള ഇപ്പോഴുള്ള ലാർജസ്റ്റും സ്മോളസ്റ്റും നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് വലിയ നമ്പറാണെങ്കിൽ പുതിയത് വന്ന നമ്പർ വലിയ നമ്പറാണെങ്കിൽ ആ പുതിയത് വന്ന ആളെ എന്ത് ചെയ്യുക, ലാർജസ്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഇനി അതല്ല പുതിയത് വന്ന ആൾ സ്മോളസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അയാളെ സ്മോളസ്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതാണ് ലോജിക്ക്. സോ ഫോർ ഐ ഫ്രം 2 to n do. ഇനി ഐയുടെ വാല്യൂ 2 മുതൽ 1 എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു നമ്പർ റീഡ് ചെയ്തു. ഇനി 2, 3, 4, 5, 6 അങ്ങനെ n നമ്പേഴ്സാണ് റീഡ് ചെയ്യേണ്ടത്. സോ 2 to n do. എൻ്റർ ദ നെക്സ്റ്റ് നമ്പർ. അടുത്ത നമ്പർ റീഡ് ചെയ്യാൻ ചോദിക്കുക. സോ റീഡ് നമ്മ. ആ റീഡ് ചെയ്ത നമ്പർ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണോ? ഓൾറെഡി നമുക്ക് ലാർജസ്റ്റിനകത്ത് ഫസ്റ്റ് റീഡ് ചെയ്ത നമ്പർ ഉണ്ട് അല്ലേ, ഫസ്റ്റ് സിറ്റുവേഷനിൽ. സോ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ലാർജസ്റ്റ് ഈക്വൽ ടു നമ്മാക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ രണ്ടാമത് റീഡ് ചെയ്ത നമ്പർ ഓൾറെഡി ലാർജസ്റ്റിനകത്തുള്ള നമ്പറിനേക്കാളും വലിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഇപ്പോൾ റീഡ് ചെയ്ത നമ്പറിനെ ലാർജസ്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ND കൊടുക്കുക. അടുത്ത നമ്പർ റീഡ് ചെയ്യുക. അടുത്ത നമ്പർ റീഡ് ചെയ്യുക. അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആണോ നോക്കുക. സ്മോളസ്റ്റിനകത്തുള്ള വാല്യൂവിനേക്കാളും ചെറുതാണോ നോക്കുക. അതാണെന്നുണ്ടെങ്കിൽ അതിനെ സ്മോളസ്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അടുത്ത നമ്പർ റീഡ് ചെയ്യുക. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഏതുവരെ പോകണം, n നമ്പേഴ്സ് റീഡ് ചെയ്യണം അങ്ങനെ. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് ഇതൊരു ലൂപ്പാണ് അല്ലേ. സോ ദിസ് ഈസ് എ ലൂപ്പ്. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ നമ്മളെ കയ്യിൽ ലാർജസ്റ്റിനകത്ത് ലാർജസ്റ്റ് വാല്യൂ ഉണ്ടായിരിക്കും, സ്മോളസ്റ്റിനകത്ത് സ്മോളസ്റ്റ് നമ്പറും ഉണ്ടായിരിക്കും. അത് പ്രിൻറ്റ് ചെയ്യാം. ഇതാണ് ഇതിനുള്ള കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ്. അടുത്ത ക്വസ്റ്റിന് റൈറ്റ് ദി സ്യൂഡോ കോഡ് ടു കാൽക്കുലേറ്റ് ദി ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ യൂസിങ് എ ഫോർ ലൂപ്പ്. ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാനുള്ള സ്യൂഡോ കോഡാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. സോ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 2 × 3 × 4 × 5 വരെ എന്ത് ചെയ്യുക, നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ അല്ലെങ്കിൽ 5 ഫാക്ടോറിയൽ. സോ ഇവിടെ ഇതെല്ലാം ഒരേ അലൈൻമെൻറ്റിൽ എഴുതണേ. നമ്പർ റീഡ് ചെയ്തു ഫസ്റ്റ്. നമ്പർ ലെസ് ദാൻ 0 ആണെങ്കിൽ ഫാക്ടോറിയൽ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ നെഗറ്റീവ് നമ്പറിട്ട് എന്ത് ചെയ്യുക, ആ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക. ഇനി ലെസ് ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പറാണ് യൂസർ ഇൻപുട്ട് ചെയ്തതെങ്കിൽ നമുക്ക് ഫാക്ടോറിയൽ കാണണം. അതിന് ആദ്യം റിസൾട്ട് ഈക്വൽ ടു 1 ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഇനി ഐൻ്റെ വാല്യൂ 1 മുതൽ
ദാറ്റ് നമ്പർ വരെ പോകണം അല്ലേ. ആദ്യം 1 എടുക്കണം, പിന്നെ 2 എടുക്കണം, 3 എടുക്കണം, 4 എടുക്കണം, 5 എടുക്കണം. അപ്പോൾ ഐൻ്റെ വാല്യൂ 1 മുതൽ 5 വരെ ഇങ്ങനെ പോകണം. റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു ഐ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഇതിനകത്ത്. റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് ഇൻറ്റു ഐ. ഓൾറെഡി റിസൾട്ടിനകത്ത് എന്താ ഉള്ളത്? റിസൾട്ടിനകത്ത് 1 ഉണ്ട്. സോ 1 ഇൻറ്റു 1 ആണ് ഫസ്റ്റ് ചെയ്യുക. ഐ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1 ഇൻറ്റു 1 ചെയ്യും ഫസ്റ്റ്. 1 ഇൻറ്റു 1 ചെയ്യും. അത് റിസൾട്ടിനകത്ത് സ്റ്റോർ ചെയ്യും. ദാറ്റ്സ് ഈക്വൽ ടു 1 ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യും. അടുത്ത ഇറ്ററേഷൻ ഐൻ്റെ വാല്യൂ 2 ആകും അല്ലേ. ഐ ഈക്വൽ ടു 1 to n ആണ് കാണുന്നത്. സോ ഐൻ്റെ വാല്യൂ 2 ആകും. റിസൾട്ട് ഈക്വൽ ടു റിസൾട്ടിനകത്ത് ഓൾറെഡി ഇപ്പോൾ എത്രയുണ്ട്? 1 ഉണ്ട്. 1 ഇൻറ്റു ഐ 2i. ദാറ്റ്സ് ഈക്വൽ ടു 2. അത് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്തു. അടുത്ത ഇറ്ററേഷനിൽ ഐൻ്റെ വാല്യൂ 3 ആകും. റിസൾട്ട് ഈക്വൽ ടു ഓൾറെഡി റിസൾട്ടിനകത്ത് 2 ഉണ്ട്. 2 ഇൻറ്റു 3 ചെയ്യും. ദാറ്റ്സ് ഈക്വൽ ടു 6. ഇങ്ങോട്ട് സ്റ്റോർ ചെയ്തു. അടുത്ത ഇറ്ററേഷനിൽ ഐൻ്റെ വാല്യൂ 4 ആകും. അപ്പോൾ ഓൾറെഡി റിസൾട്ടിനകത്ത് എന്തുണ്ട്? 6 ഉണ്ട്. 6 ഇൻറ്റു 4 ചെയ്യും. ദാറ്റ്സ് ഈക്വൽ ടു 24. അതിങ്ങോട്ട് സ്റ്റോർ ചെയ്യും. അടുത്ത ഇറ്ററേഷനിൽ എന്ത് ചെയ്യും? 24 ഇൻറ്റു 5 ചെയ്യും. ദാറ്റ്സ് ഈക്വൽ ടു 120. അതാണ് ഫൈനലി പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് വേണം പ്രിൻറ്റ് ചെയ്യാൻ. ലൂപ്പിനുള്ളിൽ പ്രിൻറ്റ് ചെയ്യരുത്. കാരണം ഓരോ ഇറ്ററേഷനിലും ആ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. അടുത്ത ക്വസ്റ്റിന് ഡിഫൈൻ ഫ്ലോ ചാർട്ട്സ്. വാട്ട് ആർ ദ ബേസിക് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ ഫ്ലോ ചാർട്ട്? എന്താണ് ഫ്ലോ ചാർട്ട്? ഫ്ലോ ചാർട്ടിനകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് സിമ്പിൾസ് എന്തൊക്കെയാണ്? ഫ്ലോ ചാർട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതായത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഫ്ലോ ചാർട്ടിൽ. ഒരു അൽഗോരിതം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്യൂഡോ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിക്ചറാക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട്. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ അൽഗോരിതം ഓർ ഫ്ലോ ചാർട്ട് സ്യൂഡോ കോഡ് ഈസ് കോൾഡ് ഫ്ലോ ചാർട്ട്. സോ ഇറ്റ്സ് എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ഹിയർ ഇറ്റ് യൂസസ് സിമ്പിൾസ്, അതായത് ബോക്സസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ദാറ്റ് ഹാവ് സ്റ്റാൻഡർഡൈസ്ഡ് മീനിങ് ടു ഡിനോട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഡിഫറെൻറ്റ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. കുറച്ച് സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള സിമ്പിൾസ് യൂസ് ചെയ്യരുത്. ബേസിക്കായിട്ട് കുറച്ച് സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ സിമ്പിൾസിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ എഴുതേണ്ടത്. എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷന് ആ സിമ്പിൾസിനുള്ളിലാണ് എഴുതുക. അതുപോലെ തന്നെ ഓരോ സിമ്പിൾസും അല്ലെങ്കിൽ ഓരോ ബോക്സസും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. സോ സോളിഡ് ലൈൻസ് ആർ യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് ദ ഡിഫറെൻറ്റ് സിമ്പിൾസ് ഇൻ എ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടെർമിനൽ സിമ്പിൾസ് ആണ്. ടെർമിനൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ്. ഇതിനാണ് ടെർമിനൽ സിമ്പിൾസ് യൂസ് ചെയ്യുക. ഇത് ഇങ്ങനെ ഡംബൽ സിമ്പിൾ തന്നെ യൂസ് ചെയ്യണം. ഡംബൽ ഷേപ്പിൽ തന്നെ യൂസ് ചെയ്യണം. നിങ്ങൾ സർക്കിളൊന്നും വരയ്ക്കരുത്. സർക്കിളിന് വേറെ മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതൊരു ഡംബൽ ഷേപ്പിൽ വരയ്ക്കുക. അതിനുള്ളിൽ സ്റ്റാർട്ട് എന്ന് എഴുതുക അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് എഴുതുക. സ്റ്റാർട്ടാണെങ്കിൽ സ്റ്റാർട്ട്, ഇപ്പോൾ അൽഗോരിതം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒരു ഡംബൽ സിമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ റീഡ് ചെയ്യേണ്ട കേസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോണിറ്ററിനകത്തോട്ട് എന്തെങ്കിലും റിസൾട്ട് പ്രിൻറ്റ് ചെയ്യേണ്ട കേസാണ്, റൈറ്റ് പ്രിൻറ്റ് പോലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പാരലലോഗ്രാം ആണ് യൂസ് ചെയ്യുക. ഇതിന് പാരലലോഗ്രാം എന്നാണ് പറയുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഒരു നമ്പർ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻപുട്ട് ദ ഡാറ്റ പോലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരലോഗ്രാം യൂസ് ചെയ്യും. വല്ല പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ റെക്റ്റാങ്കിൾ ആണ് യൂസ് ചെയ്യുക. റെക്റ്റാങ്കിൾ പ്രോസസ്സിംഗ് സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സം ഈക്വൽ ടു എ പ്ലസ് ബി, ഡിഫറൻസ് ഈക്വൽ ടു എ മൈനസ് ബി, റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് ഇൻ ടു ഐ. ഇതുപോലുള്ള പ്രോസസ്സിംഗ് സിമ്പിൾസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോസസ്സിംഗ് സിമ്പിൾസ് റെക്റ്റാങ്കിൾ ആണ് യൂസ് ചെയ്യുക. ഇനി ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിന് ഡയമണ്ട് സിമ്പിളാണ് യൂസ് ചെയ്യുക. അതായത് ഈഫ് കണ്ടീഷൻ അല്ലെങ്കിൽ വൈൽ കണ്ടീഷനൊക്കെ. ഇപ്പോൾ വൈൽ എക്സ് ലെസ് ദാൻ 50, അവിടെ എക്സിൻ്റെ വാല്യൂ 50 എത്തിയോ ഇല്ലയുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതൊരു റിപ്പീറ്റേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈഫ് എ ഗ്രേറ്റർ ദാൻ 50 അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. പിന്നെ ഫ്ലോ ലൈൻസ് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് സിമ്പിൾസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ ലൈൻസ് യൂസ് ചെയ്യുക. ഫ്ലോ ലൈൻസ്. ദെൻ ജോയിൻ ഡിഫറെൻറ്റ് ഫ്ലോ ലൈൻസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന ലൈനുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ, ജോയിൻ ആയിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾ സർക്കിൾ യൂസ് ചെയ്യുക. ഇനി ഓഫ് പേജ് കണക്ടർ ഉണ്ട്. ഇത് തൽക്കാലം നിങ്ങൾക്ക് യൂസേജ് വരുന്ന ചാൻസ് വളരെ കുറവാണ്. അതായത് നിങ്ങൾ എക്സാമിനൊക്കെ ഒരു ഫ്ലോ ചാർട്ട് പേപ്പറിനകത്ത് വരയ്ക്കുമ്പോൾ
സപ്പോസ് ആ പേജിൻ്റെ എൻഡ് വരെ എത്തിയിട്ട് അടുത്ത പേജിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓഫ് പേജ് കണക്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ആ പേജിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സിമ്പൽ യൂസ് ചെയ്യുക. അതായത് ആ ഫ്ലോ ചാർട്ടിൻ്റെ പേജിൻ്റെ അടിയിൽ ഈ ഒരു കണക്ടർ യൂസ് ചെയ്യുക. എന്നിട്ട് അടുത്ത പേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് സെയിം സിമ്പൽ തന്നെ യൂസ് ചെയ്തിട്ട് താഴോട്ട് വരയ്ക്കുക. അതാണ് ഓഫ് പേജ് കണക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ 2 ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.